മോനെ ഡാ എഴുന്നേക്ക്. സമയം എത്രയെന്നറിയൂ? എഴുന്നേക്ക്. അമ്മേ, നല്ല ക്ഷീണമുണ്ടായിരുന്നു, അതാ ഉറങ്ങിപ്പോയേ. അല്ല, സമയത്രയമ്മേ? 8 മണി കഴിഞ്ഞടാ. അയ്യോ, ലേറ്റ് ആയല്ലോ. അതൊന്നും സാരമില്ല. നീ ചായ കുടിച്ചേ, ഒന്ന് ഉഷാറാവട്ടെ. ഡാ, നിന്റെ ഫോണിരുന്ന് കുറെ നേരമായിട്ട് മിന്നുന്നുണ്ടായിരുന്നു. ആരാ നോക്ക്. വർമ്മ സാർ എങ്ങനെയാണോ? ഋതികമ്മയുടെ ആണല്ലോ. നിന്നെ ഇഷ്ടമാണ് രാജു. എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് രാജു. ഋതിക മാഡം ഇന്നലെ എന്നോട് ഒരുപാട് സംസാരിച്ചു. ശരിക്കും മനസ്സിലെ ഒരു ഭാരം ഇറങ്ങിപ്പോയൊരു ഫീല്. വേണ്ട, അങ്ങനെ പുതിയ ഫീലിങ്സ് ഒന്നും വേണ്ട, ഒന്നും ശരിയാവില്ല. ഏയ്, അങ്ങനെയൊന്നും ആവില്ല. ഋതിക മാഡം കാഷ്വലായി ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചു. അതിന് മറുപടി കൊടുത്താൽ എന്താ തെറ്റ്? മറുപടി കൊടുത്തില്ലെങ്കിൽ മാഡം എന്ത് വിചാരിക്കും? ഞാൻ എന്നെ അവിടേക്ക് ചെല്ലുമ്പോ മാഡം എന്നെ പിടിച്ചു നിർത്തി ചോദിക്കും, എന്താ മെസ്സേജിന് റിപ്ലൈ അയക്കാത്തതെന്ന്. അതുകൊണ്ട് റിപ്ലൈ അയച്ചേക്കാം, അതാ നല്ലത്. ഗുഡ് മോർണിംഗ് ഋതിക മാഡം. ഞാൻ ഇപ്പോഴേ എഴുന്നേറ്റത്, നന്നായിട്ട് ഉറങ്ങിപ്പോയി. ചിക്കന് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിന്ന് തോന്നുന്നു. ഞാൻ കൊടുത്ത ഉപദേശമൊക്കെ തലേ കയറിയ മട്ടുണ്ടല്ലോ. പതിയെ പതിയെ രാജുവിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ ഒരു ദിവസം രാജു എന്റെ പ്രണയം അംഗീകരിക്കും. ഗുരുവായൂരപ്പ, നീ എന്റെ കൂടെ ഉണ്ടാവണേ.